നീ കരയുന്നേ ഞാൻ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു അവിടെ. നീ ഉള്ളി അരിഞ്ഞാലും വെളിയിൽ ഇറക്കി അരിഞ്ഞാലും പറയാനുള്ളത് ഞാൻ പറയും. മനുഷ്യ, ഞാൻ സവാള ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുവായിരുന്നു. കരയുമല്ലായിരുന്നു? അല്ല, കരഞ്ഞു. ജീവിതത്തിൽ ഞാൻ കരയത്തില്ലേ. നീ ഇവിടെ ഉള്ളി അരിഞ്ഞിരുന്നോ? നീ ലോകത്ത് നടക്കുന്ന സംഭവം എല്ലാം അറിഞ്ഞോ? കടലിൽ ഒരു കപ്പൽ മുങ്ങി. ആ കണ്ടോന്റെ എല്ലാം തീരെ തടിയുവാ. കണ്ടോന്റെ അല്ല, കണ്ടെയ്നർ. നിങ്ങൾ എന്തുവാ മനുഷ്യ ഇങ്ങനെ? നിങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ ഇവിടെ. അതങ്ങ് പോട്ടെ. ഈ കപ്പൽ ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടോ? എന്തിന്? പിന്നെന്തിനാ അത് മുങ്ങിയത്? ഞാനെന്തോലും വിളിച്ചു പറയും. നിങ്ങൾ ഈ പണിക്ക് പോകാതിരുന്ന് എന്റെ കുഞ്ഞുങ്ങളെ കാര്യം എങ്ങനെ നോക്കും? ഈ ടെൻഷൻ അടിക്കണ്ട. ടെൻഷൻ അടിക്കും ഞാൻ. എടി നിന്നെക്കാട്ടി ടെൻഷൻ അനുഭവിക്കാം ഞാൻ. അറിയാവോ എന്തിനാണോ? എടി 6 വാട്സാപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിനാ ഞാൻ. അറിയാവോ? 12 മണിയാകും ഞാൻ ഇവർക്ക് ഗുഡ് നൈറ്റ് ഇട്ടിട്ട് ഒന്ന് കിടക്കുമ്പോ. നീ പിന്നെ വെളുപ്പിനെ തുടങ്ങണം ഗുഡ് മോർണിംഗ്. ആരടിക്കും? എന്നെ കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്. വേണ്ടേ? ചെറുക്കന്റെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചു. എന്നിട്ട് സ്കൂളിൽ ടൂറി വെച്ചേക്കോ വന്ന. എന്റെ ദൈവമേ, അത് നീ ശ്രദ്ധിക്കണം. നിന്റെ ഉത്തരവാദിത്തം. രാവിലെ അവൻ എഴുന്നേറ്റാൽ അവനെ കക്കൂച്ചി കൊണ്ട് കാര്യങ്ങൾ ചെയ്ത് വിടേണ്ടത് നീയാ. എന്റെ മനുഷ്യ അതാണെന്ന് പറഞ്ഞേ. ടൂർ വെച്ചിരിക്കുക പിള്ളേർക്കെല്ലാം കൂടെ. അവിടെ പോകാൻ പൈസ ഉണ്ടോ കൊടുക്കാൻ? ടൂറോ? അത് പറയണ്ടേ? പൈസ അതിനുണ്ടാകും. എങ്ങനെ ഉണ്ടാക്കി? എനിക്ക് പണിക്ക് പോകാൻ പറ്റുമോ? ഞാനോട്